ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള വാൾ ഡെക്കോർ ചെയ്താലോ? ആർക്കും ചെയ്തെടുക്കാം, വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. ആ കാർഡ്ബോർഡിൽ നമുക്കിതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ആദ്യം വരച്ചു കൊടുക്കാം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു മൂങ്ങയുടെ മുഖത്തിൻ്റെ ഷേപ്പുള്ള ഒരു വാൾ ഡെക്കോറാണ്. ഇതിന് ആമസോണിലൊക്കെ ഒത്തിരി വില കാണുന്നുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാം. ആക്രിലിക് പെയിൻറ്റും കാർഡ്ബോർഡ് പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് മൂങ്ങയുടെ മുഖമൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാം, എന്നാലോ വളരെ ക്യൂട്ടാണ് കാണാനായിട്ടും. മൂങ്ങയുടെ ചെവി ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഞാനത് മാറ്റി വരയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ വരച്ചത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി ഞാൻ ആദ്യം തന്നെ ഒരു മജന്ത കളർ എടുത്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കണുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ കളറൊക്കെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ബ്ലാക്ക് എടുത്തിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. സെയിം ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഞാൻ ഇവിടെയും വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഞാൻ ഈ ഫ്ലവർ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വയലറ്റ് കളർ വെച്ചിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. യെല്ലോ കളറാണ് ഫ്ലവറിന് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നത്. ഗ്രീൻ കളർ യൂസ് ചെയ്ത് ഞാനിവിടെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിങ്ക് കളറാണ് ഞാൻ ഈ ഗ്രീൻ ഫ്ലവറിന് ചുറ്റും കൊടുക്കുന്നത്. ഇനി യെല്ലോ കളർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
ഒരു ഓറഞ്ച് കളർ യൂസ് ചെയ്ത് ഞാൻ ഈ മൂങ്ങാക്കുട്ടൻ്റെ മൂക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. സെയിം ഓറഞ്ച് വെച്ചിട്ട് ഞാൻ ഈ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കളർ കുറവായി തോന്നി എനിക്ക്. ഇനി വേണ്ടത് ഒരു വൂളൻ ത്രെഡാണ്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഒരു കാർഡ്ബോർഡ് പീസിന് ചുറ്റുമായിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ഇനി നമുക്ക് ഈ വൂളൻ ത്രെഡ് കാർഡ്ബോർഡ് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടാസിൽ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ബീഡ്സ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ടൈപ്പ് ബീഡ്സ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ടാസിലിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ 2 ബീഡ്സ് ആണ് ഇതുപോലെ എടുത്തത്. ഇനി നമുക്ക് ഈ ടാസിൽ മൂങ്ങയുടെ ബാക്കിൽ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഹാങ് ചെയ്യാനായിട്ട് ഞാൻ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വോൾ ഡെക്കോർ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.